എന്താ ഭാസ്കരേട്ടാ, വിവരം വല്ലതും തീർന്നു എന്നാ കേട്ടത്. ഓടും കുതിര ചാടും. ഞാൻ ഫഹദ് ഫാസിലിന് അറ്റ്ലീസ്റ്റ് നമ്മുടെ മലയാളികൾക്ക് മുന്നിൽ ഒരു ക്യാരക്ടർ റോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. എന്താ കാര്യം? അതിനെ കുറിച്ച് ഒന്നും പറയാതിരിക്കല്ലേ. അങ്ങനെ ഒരു നടനെ ഇത്രയും മോശമായിട്ട് ഇത്രയും അലമ്പായിട്ട് അഭിനയിക്കാൻ പറ്റുമോ? വളരെ മോശം എന്ന് പറഞ്ഞാൽ വെറുപ്പിക്കല്. അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവോ? എന്താണെന്ന് ആ പടം എടുത്ത അൽത്താഫിന് പോലും അറിഞ്ഞൂടാ. എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ, എന്തെങ്കിലും. അൽത്താഫെ, അത്യാവശ്യം മോനെ നിനക്ക് അഭിനയിക്കാൻ അറിയാം, നീ ഡയറക്റ്റ് ചെയ്യല്ലോ കേട്ടാ. അത്രയ്ക്ക് മോശ അഭിപ്രായമാണ് പറ്റി. അത്രയ്ക്ക് മോശമല്ല, എന്നാലും വളരെ മോശ അഭിപ്രായമാണ്. പടം വല്ല മനസ്സിലാവണ്ടേ? കളിപ്പിക്കുമ്പോ ഒരു പുതുമ വേണ്ടേ? ഞാൻ ഉന്നം വെക്കുന്നത് പ്രേക്ഷകന്റെ അന്തരംഗമാണ്. അതായത് ഈ സിനിമ ടൈറ്റിലായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ഒരു കടിഞ്ഞാണില്ലാത്ത കുതിര, കടിഞ്ഞാണില്ലാത്തൊരു സിനിമ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനത്തെ സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്, അത് ആസ്വദിക്കാറുണ്ട്. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? അത് അങ്ങനെയെന്ന് വെച്ചിട്ട് വെറുപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ഇനിയിപ്പോ നാട്ടുകാരുടെ മുഖത്ത് ഞങ്ങൾ എങ്ങനെ നോക്കും? നാട്ടില് മര്യാദയ്ക്ക് കഴിയുന്നത് തന്നെ ഈ ഗുരുവാലി കൊണ്ട് ചാർജ് ചെയ്ത ഒറ്റ ഒരുത്തരാ. എന്റെ ചങ്കിലാണ് കൊള്ളുന്നത് ഓരോരുത്തന്മാര് കളിയാക്കുമ്പോ. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും മത്സരിച്ച് വെറുപ്പിക്കില്ല. ഫഫയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫഫയെ കൊണ്ട് കൂട്ടിയെ കൂടുതൽ കേട്ടോ. എന്നാ പിന്നെ നെറുകം തലയിൽ ഒരു ശൂലവും കയറ്റി എന്റെ നെഞ്ചത്തൊരു തേങ്ങ അടിച്ച് ബായി കുറച്ച് പച്ചരിയും കൂടെ വാരിയിട്. ഡയറക്റ്റഡ് ബൈ അൽത്താഫ്. എന്താണ് ഉദ്ദേശിച്ചത്? വരാതെ കുതിര. ഈ സിനിമയിൽ ഫഹദ് ഫാസിൽ കോമയിലൊക്കെ ആവുന്നുണ്ട്. ഈ സിനിമ കണ്ടിട്ട് കോമയിലാവാതെ ആൾക്കാർ തിരിച്ചെത്തിയാൽ ഭാഗ്യം. അതുപോലത്തെ വെറുപ്പിക്കൽ സിനിമയായിട്ട് ഒരു അപരാധ. ഏതൊരു ബുദ്ധിമാനും ഒരബദ്ധം പറ്റും. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റും. ഒട്ടിട്ടിൽ ഇറങ്ങട്ടെ, നമ്മളെ പടങ്ങൾ ആൾക്കാർ ഏറ്റെടുക്കും. എന്റെ കൈ ധരിച്ചു വരണുണ്ട്. ചൂടാകാതെ കാര്യം പറ മോനെ. ഒട്ടിട്ടിൽ ഇറങ്ങണമെങ്കിൽ ഇത് ആദ്യം തിയേറ്ററിൽ ഓടണം. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ട.